നമ്മുടെ വീട്ടില് ഒരു 100 വയസ്സിന്റെ അടുത്ത് പ്രായത്തിയ മുത്തശ്ശി ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ റിമോട്ട് ഉണ്ട്, ഞാൻ നിങ്ങളുടെ ബേസ് ഇച്ചിരി കുറച്ച് തന്നെ. അപ്പൊ ഈ വീട്ടില് പെങ്ങളുടെ കുട്ടിയുടെ പാല് കൊടുക്കൽ ചടങ്ങ്. അപ്പം 4ാമത്തെ തലമുറയിലാണ് പാല് കൊടുക്കലോ? പാല് കുടി ചടങ്ങില്ലേ, അതായത് 20 പാല് കൂടി ജനിച്ച് അപ്പൊ തന്നെ കൊടുക്കൂലേ? അതല്ല, അതൊരു ചടങ്ങായിട്ട് നടത്തും. അത് ചടങ്ങായിട്ട് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കൂലേ? 28 ദിവസം കൊച്ചിന് പാല് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? ജനിച്ചിട്ട് അത് പോട്ടെ, കുട്ടിക്ക് പേരിടൽ ദിവസം. കൊച്ചിന് പാല് കൊടുക്കുന്ന ചടങ്ങല്ല. 16 ദിവസം കഴിഞ്ഞേ 28 ദിവസം കൊച്ചു കഴിഞ്ഞിട്ട് കടയിൽ പോയി ഫ്രൂട്ടി മേടിച്ചു കുടിക്കുവോ? അത് പോട്ടെ, പേരിടൽ കർമ്മം. പേരിടൽ കർമ്മത്തിന്റെ അന്ന് എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ മുത്തശ്ശി ഒരു റൂമിൽ മാത്രമായിട്ട് ഇങ്ങനെ ഇരുന്ന് അവിടെ കഷായവും കുഴമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക. അപ്പൊ എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ കൊച്ചുമോളുടെ കുഞ്ഞിന്റെ പേര് വിളി ചടങ്ങാണ്. അപ്പൊ എനിക്കും കാണണം, എൻ്റെ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ആൾക്കാർ കൈയൊക്കെ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഇരുത്തിച്ച്. അപ്പൊ മോനൊന്ന് മടിയിൽ വെച്ച് തരണമെന്നാണ്. വീണ് പോകും, പിടിക്കാനൊന്നാവില്ല, 100 വയസ്സുണ്ട്. ആരൊക്കെയോ താങ്ങി ഇരുത്തിക്കൊക്കെ ചെയ്ത്. എന്താ അവന്റെ പേര്? ഋഷികേഷ് കൃഷ്ണ. ഋഷികേഷ് കൃഷ്ണ. ഞാനും ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു 1, 2, 3 വാക്കുച്ചരിച്ചുകളും ആടെ തന്നെ ആള് സ്പോട്ടില്. ഒരു ശ്വാസം മുട്ട്